വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 10 യേശു തന്റെ ശിഷ്യന്മാരോട്, ഞാൻ നല്ല ഇടയനെന്ന് പ്രഖ്യാപിക്കുകയും തന്റെ ജനങ്ങളെ രക്ഷിക്കുന്ന ദൈവിക ഇടയനായി സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, ആടുകളുടെ ഇടയൻ വാതിലിലൂടെ കടക്കുന്നു. അവന്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നു. ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ തന്റെ ആടുകൾക്കായി ജീവൻ കൊടുക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ ആടുകളെന്ന് വിളിക്കുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്കായി ജീവൻ കൊടുക്കുന്നു. കൂലിക്കാരൻ അപകടം വന്നാൽ ഓടിപ്പോകും. എന്നാൽ യേശു തന്റെ ആടുകൾക്കായി ജീവൻ സമർപ്പിക്കുന്നു. യേശുവിൽ വിശ്വാസം വെറും രക്ഷ മാത്രമല്ല, സമൃദ്ധമായ ആത്മീയ ജീവിതവും നൽകുന്നു. ദൈവിക ഏകത്വം യേശു പ്രഖ്യാപിക്കുന്നു. ഞാനും പിതാവും ഒന്നാണ്. യേശുവിന്റെ വാക്കുകൾ കേട്ട് യഹൂദർ അവനെ കല്ലെറിയാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരെ വിട്ടുമാറി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11 യേശു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും തന്റെ ദൈവിക അധികാരം ഞാൻ ഉയർപ്പും ജീവനുമാകുന്നെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ബെഥാനിയയിൽ താമസിക്കുന്ന മറിയയും മാർത്തയും അവരുടെ സഹോദരൻ ലാസർ രോഗിയായതായി യേശുവിനെ അറിയിക്കുന്നു. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനല്ല, ദൈവത്തിന്റെ മഹത്വത്തിനാണ്. യേശു 2 ദിവസം താമസിച്ചു പിന്നീട് ബെഥാനിയയിലേക്ക് പുറപ്പെട്ടു. ലാസർ ഇതിനകം 4 ദിവസം കല്ലറയിലായിരുന്നു. മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. യേശു മറുപടി നൽകി, ഞാൻ ഉയർപ്പും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. 11-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. മറിയയും മറ്റുള്ളവരും കരയുന്നത് കണ്ടപ്പോൾ യേശുവും കരഞ്ഞു. ഇത് യേശുവിന്റെ മനുഷ്യ സഹാനുഭൂതി കാണിക്കുന്നു. യേശു കല്ലറയുടെ കല്ല് മാറ്റാൻ പറഞ്ഞു. ലാസർ പുറത്തു വരിക എന്ന് വിളിച്ചു. ലാസർ ജീവനോടെ പുറത്തു വന്നു, കല്ലറ വസ്ത്രം ധരിച്ച രീതിയിൽ. പലരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ കൊല്ലാനുള്ള പദ്ധതി ആലോചിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.